ഒന്നും പറ്റാൻ പാടില്ല. എനിവേ മച്ചു, ഇൻഫർമേഷൻ തന്നതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ ഡാ. അത് വേറെ ഒന്നുമല്ല, കല്യാണി ആലോചിക്കുന്ന പയ്യനെ കുറിച്ച് ഞാനെൻ്റെ കൂട്ടുകാരോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. കല്യാണി നല്ലപോലെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ എൻ്റെ മനസ്സിലൊന്നുമില്ല. റിലാക്സ് അരവിന്ദ്, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അരവിന്ദിനോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് ഈ മനസ്സ്. കല്യാണിയോട് അരവിന്ദിനുള്ളത് പ്രേമമല്ല, സഹതാപ. പിന്നെ അന്നേനോടുള്ള ദേഷ്യം കാരണം നിശ്ചയം നടക്കാതിരിക്കാനാ കല്യാണി ഇഷ്ടമാണെന്ന് വിളിച്ചു പറഞ്ഞതെന്നും എനിക്കറിയാം. നീ കാരണം ഒരു പെൺകുട്ടിയുടെ ഭാവി തകർന്നു പോയല്ലോ എന്നോർത്ത് സഹതപിച്ച അവളെ കെട്ടണമെന്ന് പറഞ്ഞതെന്ന് ഈ നന്ദനയ്ക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള നല്ല മനസ്സ് എത്ര പേർക്ക് കാണും? വീട്ടിലെ വെറൊരു പാചകക്കാരിയുടെ ജീവിതം നന്നായിരിക്കണമെന്ന് കരുതുന്ന നീ കെട്ടുന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. ഈ മനസ്സ് സ്വന്തമാക്കാനാ ഏതൊരു പെണ്ണിനെ പോലെയും ഞാനും ആഗ്രഹിക്കുന്നത്. നന്ദന, കല്യാണി പെണ്ണാണ്, രാജീവ് എത്താറായി. ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പറയട്ടെ. അരവിന്ദ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. വാക്കുകൾ കൊണ്ട് ഞാൻ പലപ്പോഴും പിണങ്ങുമ്പോഴും മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുമായിരുന്നു. ഇനിയും ജന്മം ഉണ്ടെങ്കിൽ അന്നും എനിക്ക് നീ തന്നെ ആയിരിക്കണം കൂട്ട്. താങ്ക്സ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ വിലക്ക് ലംഘിച്ച് വിവാഹം നടത്തി കൊടുത്തതിന് റോമിൽ ഫാദർ വാലന്റൈനെ ചക്രവർത്തി വധശിക്ഷ നൽകിയ ദിവസം വാലന്റൈൻസ് ഡേ. ഇവിടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ. നടക്കില്ല, നടത്തില്ല നന്ദന. ഇപ്പൊ ഞാൻ ടെൻഷനായാൽ അരവിന്ദൻ എന്നോടുള്ള അകൽച്ച കൂടും. അത് പാടില്ല. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ, നമുക്ക് കാണാം.